ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു റേസ് നീറ്റ് ചാനൽ. എടാ, നമ്മള് അസിഡിഫൈഡ് KMnO4 ഒരു ആൽക്കീനെ ഓക്സിഡൈസ് ചെയ്താൽ എങ്ങനെയാണ് പ്രോഡക്റ്റ് എഴുതാൻ കഴിയുക എന്നുള്ളതിന്റെ ട്രിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ചോദ്യം എടുക്കാം. ഓക്സിഡേഷൻ ഓഫ് ഐസോബ്യൂട്ടൈലിൻ വിത്ത് ആസിഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഗിവ്സ്. സോ അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഐസോബ്യൂട്ടൈലിൻ ഓക്സിഡൈസ് ചെയ്താൽ എന്ത് കിട്ടുന്ന പ്രോഡക്റ്റ്, എന്ത് കിട്ടുന്ന ചോദിച്ചിട്ടുള്ളത്. ഐസോബ്യൂട്ടൈലിൻ എന്ന് പറഞ്ഞാൽ 2-methyl propene ആണ്. സോ 2-methyl propene ഓക്സിഡൈസ് ചെയ്താൽ എങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് എഴുതാം? നിങ്ങൾ ശ്രദ്ധിക്കാം മക്കളെ, ഇതാണ് 2-methyl propene. ഈ 2-methyl propene അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോഴുള്ള പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ശ്രദ്ധിക്കണേ മക്കളെ, അതിനുള്ള ട്രിക്കാണ് സാറ് പറയാൻ പോകുന്നത്. റെഡി? യെസ്. ഇപ്പൊ അസിഡിഫൈഡ് KMnO4 ഒരു ഡബിൾ ബോണ്ടിനെ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് പരിപൂർണമായിട്ടും ക്ലീവ് ചെയ്യപ്പെടും, ബ്രേക്ക് ചെയ്യപ്പെടും. സോ ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ കാർബൺ ആറ്റത്തിന് മുകളിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, 2 ഹൈഡ്രജൻ ആറ്റം, കാർബണിന്റെ വാലൻസി 4 ആണല്ലോ. സോ ഡബിളി ബോണ്ടഡ് കാർബൺ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ 2 ഫ്രീ വാലൻസസ് ബാക്കിയുള്ള ആ 2 ഫ്രീ വാലൻസീസിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് അറ്റാച്ച് ചെയ്തത് എങ്കിൽ ഇതിന് ടെർമിനൽ ആൽക്കീൻ എന്ന് പറയാ. ഇങ്ങനെയുള്ള ഒരു കേസാണ് വരുന്നതെങ്കിൽ ദ പ്രോഡക്റ്റ് ഫോംഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാവുക. അതേസമയം ഡബിൾ ബോണ്ടഡ് കാർബണിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്ന ബോണ്ടിന്റെ കാർബൺ, ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമാണ് അറ്റാച്ച് ചെയ്തത് എങ്കിൽ, ശ്രദ്ധിക്കണേ, ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമാണ് അറ്റാച്ച് ചെയ്തതെങ്കിൽ ഈ പാർട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും ടു കാർബോക്സിലിക് ആസിഡ്. സോ ദ പ്രോഡക്റ്റ് ഫോംഡ് RCOOH ആണ്. അതേസമയം ഡബ്ലി ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ 2 ആൽക്കൈൽ അറ്റാച്ച്മെന്റ്സ് ആ ഉള്ളതെങ്കിൽ, അതായത് ഹൈഡ്രോജൻ ആറ്റം ഇല്ല, 2 ആൽക്കൈൽ അറ്റാച്ച്മെന്റ്സ് ആ ഉള്ളതെങ്കിൽ ഈ പാർട്ട് ഓക്സിഡൈസ് ചെയ്താൽ എന്താ പ്രോഡക്റ്റ് ഉണ്ടാവുക എന്നറിയോ? RCOR, കീറ്റോൺ ആണ് ഉണ്ടാവുക. അപ്പൊ മക്കളെ, ഇത്രയേ ഉള്ളൂ പോയിന്റ്. ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ഹൈഡ്രജനെ കണ്ടാൽ ദ പ്രോഡക്റ്റ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അതേസമയം ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു ഹൈഡ്രജൻ ബാക്കി കിടപ്പുണ്ടെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണ് പ്രോഡക്റ്റ്. അതേസമയം ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഹൈഡ്രജൻ ഇല്ല, 2 ആൽക്കൈൽ അറ്റാച്ച്മെന്റ്സ് ആണെങ്കിൽ ദിസ് പാർട്ട് ഇസ് ടേൺഡ് ഇൻടു എന്താണ്? കീറ്റോൺ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിനു മുമ്പ് മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് CH3CH ഡബിൾ ബോണ്ട് CH2 ഇതിന് അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്രോഡക്റ്റ് ചെയ്താ? ഒന്നുമില്ല, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് അങ്ങ് ക്ലീവ് ആവും. 2 പാർട്ടായിട്ട് ഇത് മുറിയാണ്, 2 മോളിക്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മക്കളെ, ഇതിൽ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. CH2 പാർട്ട് എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യാന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ടാണ് അത് ഓക്സിഡൈസ് ചെയ്യപ്പെടുക. പിന്നെ അടുത്ത മോളിക്യൂൾ എന്താണ് മക്കളെ? അടുത്ത ഭാഗത്ത് ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു മീഥൈൽ ഗ്രൂപ്പുമാണ്. സോ ഈ പാർട്ട് എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടും. സോ ദ പ്രോഡക്റ്റ് ഫോംഡ് CH3COOH. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത എക്സാമ്പിൾ നിങ്ങൾ നോക്കിയേ മക്കളെ. ഇതില് ഡബിൾ ബോണ്ട് ഇതാ ഇതുപോലെ ക്ലീവ് ആയി കഴിഞ്ഞാൽ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു ഹൈഡ്രജനും ഒരു ആൽക്കൈൽ അറ്റാച്ച്മെന്റും ആണ്. സോ ഈ പാർട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. സോ ആരാ പ്രോഡക്റ്റ്? CH3COOH ആണ്. പ്ലസ് അടുത്ത ഭാഗം എന്തായിട്ടാ മാറുക മക്കളെ? ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ മുകളിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ട് ഓക്സിഡൈസ് ആവും ടു കീറ്റോൺ. സോ ഏതാ ഉണ്ടാവുന്ന കീറ്റോണ്? CH3COCH3 ആണ്. CH3COCH3 പ്രൊപ്പൻ 2 ആണ്, അല്ലെങ്കിൽ അസറ്റോൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, ഐസോബ്യൂട്ടൈലിൻ അല്ലെങ്കിൽ 2-methyl propene അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ മക്കളേതാ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. ശേഷം ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളാ ഉള്ളത്. സോ ഈ പാർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ഓക്സിഡൈസ് ആവും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് അത് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടു. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ്. അതേസമയം റിമൈനിങ് പാർട്ട് എന്തായിട്ട് മാറുക? ഈ കാർബണിന്റെ മുകളിൽ there are 2 alkyl groups, no hydrogen atom, direct attachment ഹൈഡ്രജൻ ആറ്റത്തിന് ഇല്ല, 2 ആൽക്കൈൽ പാർട്ടാണ്. അതുകൊണ്ട് ഈ ഭാഗം എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യുക? കീറ്റോൺ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. സോ ദ പ്രോഡക്റ്റ് ഫോംഡ് CH3COCH3. സോ ഓക്സിഡൈസ്ഡ് പ്രോഡക്റ്റ് ആരൊക്കെയാണ്? പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോണും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. സോ അസറ്റോൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ദ പ്രോഡക്ട്സ്. സോ ഓപ്ഷൻ 1 ആണ്
റൈറ്റ് ആൻസർ. മക്കളത് ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് അസിഡിഫൈഡ് KMnO4 ഉപയോഗിച്ച് ആൽക്കീൻ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ ആണോ?